Hello friends, welcome back to a new class. Today we are going to discuss about management of normal labor. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നോർമൽ ലേബർ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ ലേബർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ വിവിധ സ്റ്റേജുകളെ പറ്റി സംസാരിച്ചു. ഇന്ന് നോർമൽ ലേബറിൻ്റെ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവായി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം, മാനേജ്മെൻറ്റ് ഓഫ് നോർമൽ ലേബർ. ഈ ചിത്രത്തിലേക്ക് നോക്കുക, നിങ്ങൾക്ക് കാണാം ഒരു കുട്ടിയുടെ ഫീറ്റൽ ഹെഡ് പെൽവിസിലേക്ക് ഡിസെൻഡ് ചെയ്തിരിക്കുന്നത് കാണാം. അതിന് മധ്യത്തിലായിട്ടൊരു റെഡ് മാർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ മാർക്കിങ്ങിൽ 0 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർക്കിംഗ് ആണ് ഇഷിയൽ സ്പൈൻ. മെറ്റേണൽ പെൽവിസിൻ്റെ ഇഷിയൽ സ്പൈൻ ആണ് ഈ 0 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. കുട്ടിയുടെ തല ഇറങ്ങുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള മാർക്കിംഗ് ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇഷിയൽ സ്പൈനെ നമ്മൾ റഫറൻസ് പോയിൻ്റായിട്ട് കണക്കാക്കുന്നു. അതിന് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. അതിൻ്റെ മുകളിലേക്കുള്ള മാർക്കിങ്ങിന് നമുക്ക് -1, -2, -3, -4, -5 അങ്ങനെ വിവിധ മാർക്കിങ്ങുകളായിട്ടും, അതുപോലെ തന്നെ താഴേക്ക് +1, +2, +3, +4, +5 എന്നുള്ള രീതിയിലും. അപ്പോൾ കുട്ടി ഡിസെൻഡ് ഇഷിയൽ സ്പൈനിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ പ്ലസ് മാർക്കിങ്ങിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യമാണ്, ഏത് ലെവലിലാണ് ലെവൽ 0 ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് റഫറൻസ് പോയിൻ്റ് ഓഫ് ഡിസെൻഡ് ഓഫ് ഹെഡ് എന്ന് ചോദിച്ചാൽ അത് ഇഷിയൽ സ്പൈനാണ്. ഇഷിയൽ സ്പൈനിൻ്റെ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേഷൻ 0 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ സ്റ്റാർട്ട്സ് ഫ്രം ദ ഓൺസെറ്റ് ഓഫ് ട്രൂ ലേബർ പെയിൻ ആൻഡ് എൻഡ്സ് വിത്ത് ഫുൾ ഡയലറ്റേഷൻ ഓഫ് ദ സെർവിക്സ്. അതായത് ട്രൂ ലേബർ പെയിൻ തുടങ്ങുന്നത് മുതൽ ഫുൾ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ് വരുന്നത് വരെയുള്ള സമയമാണ് അതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ആവറേജ് ഡ്യൂറേഷൻ ഈസ് 12 hours ഇൻ പ്രൈമി ഗ്രാവിഡെ ആൻഡ് 6 hours ഇൻ മൾട്ടിപേറെ. അതായത് 12 മണിക്കൂറാണ് അത് പ്രൈമി ഗ്രാവിഡയിൽ. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ഈസ് 12 hours ഇൻ പ്രൈമി ഗ്രാവിഡ. അതുപോലെ 6 മണിക്കൂറാണ് മൾട്ടിപാരയിൽ. ഫസ്റ്റ് സ്റ്റേജ് കൺസിസ്റ്റ് ഓഫ് ലേറ്റൻറ്റ് ഫേസ് അപ് ടു 4 cm സെർവൈക്കൽ ഡയലക്ടേഷൻ ആൻഡ് ആക്റ്റീവ് ഫേസ് അപ് ടു 10 cm. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ടോഗ്രാഫിനെ പറ്റി പറഞ്ഞു. പാർട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബറിൻ്റെ പ്രോഗ്രസ് സെർവൈക്കൽ ഡയലറ്റേഷനും ഫീറ്റൽ ഡിസെൻറ്റും വെച്ചിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു പ്രത്യേക, അത് ലേബർ ഡ്യൂറേഷനെതിരെ അടയാളപ്പെടുത്തുന്ന ഒരു ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 ഫേസ് ആയിട്ട് ലേബറിനെ കണക്കാക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലേറ്റൻറ്റ് ഫേസ് ആണ്. അതായത് 4 cm ഡയലറ്റേഷൻ, സെർവൈക്കൽ ഡയലറ്റേഷൻ വരുന്നത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. അതേസമയം ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ അപ് ടു 10 cm ഡയലറ്റേഷനാണ്. The stage is chiefly concerned with the dilatation and effacement of cervix. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഡയലറ്റേഷൻ ആൻഡ് ഇഫേസ്മെൻറ്റ് ഓഫ് സെർവിക്സ്. ഇഫേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് അപ്പ് ഓഫ് ദ സെർവിക്സ്, സെർവിക്സ് മുകളിലേക്ക് എടുത്തു പോവുക, അങ്ങനെ അത് ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് ഈ എഫേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The stage is clinically manifested by progressive uterine contraction, dilatation and effacement of the cervix and ultimate rupture of the membranes. അപ്പം ക്ലിനിക്കലി നമുക്കത് അറിയാൻ പറ്റുക എങ്ങനെയാണ്? യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാവും, ഡയലറ്റേഷൻ ആൻഡ് ഇഫേസ്മെൻറ്റ് ഓഫ് സർവീസ് ഉണ്ടാവും, അത് ഫോളോഡ് ബൈ റപ്ചർ ഓഫ് മെംബ്രെയിൻസ് ഉണ്ടാവും. മെറ്റേണൽ ആൻഡ് ഫീറ്റൽ കണ്ടീഷൻസ് റിമെയിൻ അൺഅഫക്റ്റഡ് എക്സെപ്റ്റ് ഡ്യൂറിങ് യൂട്രൈൻ കൺട്രാക്ഷൻ. അപ്പോൾ നോർമലി ഈ ഒരു സ്റ്റേജിൽ അമ്മയുടെയോ കുട്ടിയുടെയോ കണ്ടീഷൻസിൽ വലിയ വ്യതിയാനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. യൂട്രൈൻ കൺട്രാക്ഷൻ സമയത്ത് ചില നമ്മൾ ഫീറ്റൽ ഹാർട്ട് ഡീസെലറേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. എന്നിരുന്നാലും നോർമലി ഒരു തരത്തിലുള്ള മെറ്റേണൽ ആൻഡ് ഫീറ്റൽ കണ്ടീഷൻ അബ്നോർമാലിറ്റീസും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് നോൺ ഇൻ്റർഫറൻസ് ആൻഡ് വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല. നോൺ ഇൻ്റർഫറൻസ് എന്നാണ് പറയുന്നത്. ഒന്നും ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. ആൻഡ് വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി, നമ്മൾ വളരെ എന്താ പറയുക, വിജിലൻ്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വുമൺ ഈസ് ഗിവൺ എൻകറേജ്മെൻറ്റ്, ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ആഡിക്വേറ്റ് റിലീഫ് ഡ്യൂറിങ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് ലേബർ. അപ്പം സ്ത്രീക്ക് വേണ്ട, ആ ഒരു അമ്മയ്ക്ക് വേണ്ട സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക,
അത് ഈ ഫസ്റ്റ് സ്റ്റേജിൽ മാത്രമല്ല ത്രൂ ഔട്ട് ലേബർ പീരീഡിൽ നമ്മളത് ചെയ്യേണ്ടതുണ്ട്. ടു മോണിറ്റർ കെയർഫുള്ളി ദ പ്രോഗ്രസ് ഓഫ് ലേബർ, മെറ്റേണൽ കണ്ടീഷൻ, ഫീറ്റൽ ബിഹേവിയർ സോ ആസ് ടു ഡിറ്റക്ട് എനി ഡീവിയേഷൻ ഫ്രം നോർമൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പീരീഡിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മോണിറ്ററിംഗ് ആണ്. അമ്മയുടെ കൺട്രാക്ഷനും അതുപോലെ തന്നെ അമ്മയുടെ മറ്റ് വൈറ്റൽസും അതേസമയം കുട്ടിയുടെ ഫീറ്റൽ ഹാർട്ട് സൗണ്ടും എല്ലാം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് പാർട്ടോഗ്രാഫ് ഈസ് മെയിൻറ്റെയിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫീറ്റൽ ഡിസെൻഡ് ആൻഡ് സർവൈക്കൽ ഡയലറ്റേഷൻ അഗെയിൻസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ലേബർ. അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രൊലോങ്ഡ് ലേബർ ആണോ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ലേബർ ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് നമ്മൾ വരുന്നത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിലേക്കാണ്. എന്താണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ സ്റ്റാർട്ട്സ് ഫ്രം ദ ഫുൾ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ് ആൻഡ് എൻഡ്സ് വിത്ത് എക്സ്പൾഷൻ ഓഫ് ഫീറ്റസ്. അതായത് സെർവിക്സ് ഫുള്ളി ഡയലേറ്റ് ആയ ശേഷം കുട്ടിയെ എക്സ്പെൽ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു പീരീഡാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ പ്രൈമി ഗ്രാവിഡയിലും 30 മിനിറ്റ് മൾട്ടി പാരയിലുമാണ്. അപ്പം പ്രൈമി ഗ്രാവിഡയിൽ അത് 2 മണിക്കൂറോളം എടുക്കും സെക്കൻഡ് സ്റ്റേജ്. അതേസമയം മൾട്ടി ഗ്രാവിഡ അല്ലെങ്കിൽ മൾട്ടി പാരയാണെങ്കിൽ അവർക്ക് ഏകദേശം 30 മിനിറ്റോളം സമയമെടുക്കും. ദ സ്റ്റേജ് കൺസേൺഡ് വിത്ത് ഡിസെൻഡ് ആൻഡ് ഡെലിവറി ഓഫ് ദ ഫീറ്റസ് ത്രൂ ദ ബർത്ത് കനാൽ. അപ്പം ഇതിലെ മെയിൻ ആയിട്ടുള്ള ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസെൻഡ് ആൻഡ് ഡെലിവറി ഓഫ് ദ ഫീറ്റസ് ത്രൂ ദ ബർത്ത് കനാൽ. കുട്ടി ബർത്ത് കനാലിലൂടെ പിറവിയെടുക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത. ദ സ്റ്റേജ് ഈസ് ക്ലിനിക്കലി മാനിഫെസ്റ്റഡ് ബൈ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻസ് വിത്ത് അപ്പിയറൻസ് ഓഫ് ബിയറിംഗ് ഡൗൺ എഫേർട്സ് വിച്ച് റിസൾട്ട്സ് ഇൻ എക്സ്പൾഷൻ ഓഫ് ദ ഫീറ്റസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫോഴ്സ്, എക്സ്പെൽസീവ് ഫോഴ്സ് എന്തൊക്കെയാണ്? യൂട്രൈൻ കൺട്രാക്ഷൻ അലോങ് വിത്ത് ദ ബിയറിംഗ് ഡൗൺ എഫേർട്സ് ഓഫ് ദ മദർ. യൂട്രൈൻ കൺട്രാക്ഷൻ മാത്രം പോരാ, ആ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള സമയത്ത് അമ്മയുടെ ബിയറിംഗ് ഡൗൺ എഫേർട്സും കൂടിയും വേണം. രണ്ടും കൂടിയും വരുമ്പോഴാണ് നമ്മൾക്ക് കുട്ടിയുടെ എക്സ്പെൽഷൻ ഉണ്ടാകുന്നത്. ആൻഡ് മദർ മേ ഷോ ഫീച്ചേഴ്സ് ഓഫ് എക്സോഷൻ. അമ്മ ഈ ബിയറിംഗ് ഡൗൺ എഫേർട്സ് കൊണ്ട് ഒരുപക്ഷെ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം അമ്മയ്ക്ക്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്താണ്? തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ബിഗിൻസ് ആഫ്റ്റർ എക്സ്പെൽഷൻ ഓഫ് ദ ഫീറ്റസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ എക്സ്പെൽഷൻ ഓഫ് പ്ലാസൻ്റ ആൻഡ് മെംബ്രെയിൻസ്. അതായത് കുട്ടിയുടെ എക്സ്പെൽഷന് ശേഷം, അതായത് കുട്ടിയുടെ ബർത്തിന് ശേഷം പിന്നീട് പ്ലാസൻ്റയും മെംബ്രെയിനും എക്സ്പെൽ ചെയ്യുന്നത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ 15 മിനിറ്റാണ്. അത് മൾട്ടിപാരയാണെങ്കിലും പ്രൈമി ആണെങ്കിലും മൾട്ടി ആണെങ്കിലും രണ്ടുപേരിലും 15 മിനിറ്റ് ആയിട്ട് തന്നെയാണ് ഇത് കണക്കാക്കുന്നത്. ദ സ്റ്റേജ് കൺസേൺഡ് വിത്ത് പ്ലാസൻ്റൽ സെപ്പറേഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്പെൽഷൻ. പ്ലാസൻ്റൽ സെപ്പറേഷനും എക്സ്പെൽഷനുമാണ് ഈ സ്റ്റേജിലുള്ളത്. ദ സെപ്പറേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ മാർക്കഡ് റിഡക്ഷൻ ഇൻ ദ യൂട്രൈൻ സർഫസ് ഏരിയ ഓഫ് ദി പ്ലാസൻ്റൽ സൈറ്റ് ഫോളോയിങ് ഡെലിവറി ഡ്യൂ ടു റിട്രാക്ഷൻ. അതായത് ഡെലിവറി കഴിഞ്ഞ് യൂട്രസ് ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഡെലിവറി ദ യൂട്രസ് വിൽ സ്റ്റാർട്ട് റിട്രാക്റ്റിംഗ്. സോ ദ റിട്രാക്റ്റഡ് യൂട്രസ് റെഡ്യൂസസ് ദ സർഫസ് ഏരിയ. അപ്പം നേരത്തെ പ്ലാസൻ്റ ഇരിക്കുന്നത് വലിയ ഒരു യൂട്രസിൽ അതിൻ്റെ മൊത്തം സർഫസിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. അതേസമയം എക്സ്പെൽഷൻ, അതായത് കുട്ടിയുടെ എക്സ്പെൽഷൻ കഴിഞ്ഞ ശേഷം യൂട്രസ് ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ യൂട്രസിൻ്റെ സർഫസ് ഏരിയ കുറയുകയും അതേസമയം പ്ലാസൻ്റയുടെ സർഫസ് ഏരിയ പഴയതുപോലെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്ലാസൻ്റ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് വേർപെട്ട് തുടങ്ങുന്നു. അതിനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്ലാസൻ്റ ബീയിങ് ഇൻഎലാസ്റ്റിക് ഷിയേഴ്സ് ഓഫ് ഇറ്റ്സ് അറ്റാച്ച്മെൻറ്റ് ത്രൂ ദ ഡീപ്പ് സ്പോഞ്ചി ഡെസിഡുവൽ ലെയർ. അപ്പം ഡീപ്പ് സ്പോഞ്ചി ഡെസിഡുവൽ ലെയറിലൂടെ അത് വേർപെടാൻ തുടങ്ങും. കാരണം പ്ലാസൻ്റ ഇൻഎലാസ്റ്റിക് ആണ്, അതേസമയം യൂട്രസ് എലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം ഈ ഒരു റിട്രാക്ഷൻ മൂലം, യൂട്രസിൻ്റെ ആ ഒരു റിട്രാക്റ്റീവ് എഫക്റ്റ് മൂലം വേർപെടുകയും അങ്ങനെ പ്ലാസൻ്റ വേർപെട്ട് പോരുകയും ചെയ്യുന്നു. അത് വരുന്ന ആ ലെയറാണ് ഡീപ്പ് സ്പോഞ്ചി ഡെസിഡുവൽ ലെയർ. രണ്ട് രീതിയിൽ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഒന്ന് സെൻട്രൽ സെപ്പറേഷൻ എന്ന് പറയും, അതിനെ നമ്മൾ ഷൂൾസ് സെപ്പറേഷൻ എന്നും പറയാറുണ്ട്. രണ്ടാമത്തത് മാർജിനൽ സെപ്പറേഷനാണ്, അല്ലെങ്കിൽ മാത്യു ഡങ്കൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. ബ്ലീഡിംഗ് ഈസ് കൺട്രോൾഡ് ബൈ എഫക്റ്റീവ് മയോമെട്രിക് കൺട്രാക്ഷൻ ആൻഡ് റിട്രാക്ഷൻ. ഇതിനാണ് നമ്മൾ ലിവിങ് ലൈഗേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ബൈ ത്രോംബോസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്.
living ligature. So the uterine muscle itself act as a ligature for the uterine blood vessel. അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ ഇതാണ് മയോമെട്രിൽ കൺട്രാക്ഷനും റിട്രാക്ഷനും അതുപോലെ തന്നെ ത്രോംബോസിസും കൂടി ചേർന്നിട്ടാണ് അവിടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ദ എക്സ്പെൽഷൻ മേ ഒക്വർ ത്രൂ ബിയറിംഗ് ഡൗൺ എഫേർട്സ് ഓർ മോർ കോമൺലി വിത്ത് അസിസ്റ്റൻസ്. അപ്പോൾ പ്ലാസൻ്റയുടെ എക്സ്പെൽഷൻ ഒന്നുകിൽ ബിയറിംഗ് ഡൗൺ എഫേർട്സ് കൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ അസിസ്റ്റഡ് ആയിട്ടാണ് അത് പുറത്തെടുക്കുന്നത്. ദ മാനേജ്മെൻറ്റ് ഈസ് എയ്തർ ബൈ എംപ്ലോയിങ് വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി ഓർ ബൈ ആക്റ്റീവ് മാനേജ്മെൻറ്റ് ആസ് WHO പറഞ്ഞിട്ടുള്ള പോലെ ഇൻ കേസസ് വെയർ ഓക്സിറ്റോസിൻ 10 units IV slowly or IM methergin 0.2 mg IV administered within 1 minute following the delivery of baby. അപ്പം ബ്ലീഡിങ് തുടർന്ന് ഇല്ലാതിരിക്കാൻ, പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഇല്ലാതിരിക്കാൻ ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞ് WHO ഒരു രൂപരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 10 units ഓക്സിറ്റോസിൻ IV സ്ലോലി കൊടുക്കാം എന്നുള്ളതാണ്. ഇനി അല്ലെങ്കിൽ IM മെത്തർജിൻ 0.2 mg IV. അപ്പം ഈ മെത്തർജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർഡിയാക് പ്രോബ്ലമുള്ള അമ്മമാർക്ക് ഒരിക്കലും മെത്തർജിൻ കൊടുക്കാൻ പാടില്ല. മെത്തർജിൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ കാർഡിയാക് ഡിസോർഡേഴ്സ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ യൂട്രസ് കൂടുതൽ പെട്ടെന്ന് കൺട്രാക്റ്റ് ചെയ്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാസൻ്റൽ സെപ്പറേഷൻ പെട്ടെന്ന് സാധ്യമാക്കാനും സഹായിക്കും എന്നുള്ളതാണ് ഈ ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൻ്റെ പ്രത്യേകത. പ്ലാസൻ്റ ആൻഡ് ദ മെംബ്രെയിൻസ് ഷുഡ് ബി എക്സാമിൻ ഫോളോയിങ് എക്സ്പെൽഷൻ. അതായത് നമ്മൾ എക്സ്പെൽ ചെയ്ത ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പ്ലാസൻ്റയെ നമ്മൾ തിരിച്ചിട്ട് നോക്കണം. അതിൻ്റെ എല്ലാ കോട്ടലിഡൻസ്, നിങ്ങൾക്കറിയാം പ്ലാസൻ്റയുടെ സർഫസിൽ ഒരു കോട്ടലിഡൻ സർഫസും ഒരു ഫീറ്റൽ സർഫസും ഉണ്ട്. മെറ്റേണൽ സർഫസിൽ നിറച്ചും കോട്ടലിഡൻസ് ആയിരിക്കും. ഈ കോട്ടലിഡൻസ് എല്ലാം അതുപോലെ തന്നെ ഇൻടാക്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതെല്ലാം ഏതെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടോ, അത് മെറ്റേണൽ യൂട്രസിൽ അത് ഒട്ടിയിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റൈൻഡ് പ്ലാസൻ്റ വല്ലതും അമ്മയുടെ സർഫസിലുണ്ടോ എന്നറിയാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ. എന്താണ് ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ? ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഒബ്സർവേഷൻ ഫോർ അറ്റ്ലീസ്റ്റ് 1 hour ആഫ്റ്റർ ഡെലിവറി ഓഫ് ദ ബേബി, പ്ലാസൻ്റ ആൻഡ് ദ മെംബ്രെയിൻസ് ടു എൻഷുർ ദാറ്റ് ബോത്ത് ദ മദർ ആൻഡ് ബേബി ആർ വെൽ. അതായത് ഡെലിവറി കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂറോളം അമ്മയെയും കുട്ടിയെയും ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ഒബ്സർവേഷൻ പീരീഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമീഡിയറ്റ് കെയർ ഓഫ് ദി ന്യൂ ബോൺ ആണ്. അതായത് സൂൺ ആഫ്റ്റർ ദി ഡെലിവറി ബേബി ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ എ ട്രേ കവേർഡ് വിത്ത് എ ക്ലീൻ ഡ്രൈ ലിനൻ വിത്ത് ദ ഹെഡ് സ്ലൈറ്റ്ലി ഡൗൺവേർഡ്, അത് ഈസ് 15 degree. അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ കുട്ടിയെ നമ്മളൊരു ലിനൻ ഷീറ്റ് വിരിച്ച ഒരു ട്രേയിലേക്ക് കടത്തണം. ഏകദേശം തല ഒരു 15 degree താഴേക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം സെക്രീഷൻസ് എല്ലാം ഡ്രെയിൻ ഔട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡ്രെയിനേജ് ഓഫ് ദ മ്യൂക്കസ് അക്യുമുലേറ്റഡ് ഇൻ ദ ട്രക്കിയോബ്രോങ്കിയൽ ട്രീ ബൈ ഗ്രാവിറ്റി. അപ്പം കുട്ടിയുടെ ട്രക്കിയോബ്രോങ്കിയൽ ട്രീയിൽ മ്യൂക്കസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവാം. അതിനെല്ലാം ഗ്രാവിറ്റി വഴി പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഹെഡ് ഡൗൺ പൊസിഷനിൽ കീപ്പ് ചെയ്യുന്നത്. The tray is placed between the legs of the mother and should be at a lower level than the uterus to facilitate gravitation of blood from the placenta to the infant. അപ്പം എപ്പോഴും നമ്മൾ അമ്മയുടെ കാലുകൾക്ക് ഇടയിലായിട്ട് വേണം കുട്ടിയെ കുറച്ച് ലോവർ ലെവലിൽ വേണം കിടത്താൻ. എന്ന് വെച്ചാൽ യൂട്രസിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാസൻ്റയിൽ നിന്ന് ബാക്കിയുള്ള രക്തം കൂടി കുട്ടിയിലേക്ക് മുഴുവനായിട്ടും ഡ്രെയിൻ ചെയ്ത് വരാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എയർ പാസേജ്, അതായത് ഓറോഫാരിങ്സ് ഷുഡ് ബി ക്ലിയർഡ് ഓഫ് മ്യൂക്കസ് ആൻഡ് ലിക്കർ ബൈ ജെൻറ്റിൽ സക്ഷൻ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ സക്ഷൻ കൊടുക്കാം, അതായത് എയർവേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ ആ സക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മൗത്താണ് സക്ഷൻ ചെയ്യുക. M ഫോളോഡ് ബൈ N ആണ്. M കഴിഞ്ഞിട്ടാണല്ലോ N ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോൾ. അപ്പോൾ ആദ്യം മൗത്ത് സക്ഷൻ കൊടുക്കണം, പിന്നെ നോസ് എന്നാണ് പറയുന്നത്. അപ്പം എയർവേ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ദെൻ അപ്ഗാർ റേറ്റിംഗ്, അപ്ഗാർ സ്കോർ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ മുമ്പ് പീഡിയാട്രിക്സിലൊരു വീഡിയോ ഇതിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് കാണുക. സോ അപ്ഗാർ റേറ്റിംഗ് നമ്മൾ ചെയ്യണം. ആദ്യത്തെ 1 മിനിറ്റിലും പിന്നെ 5 മിനിറ്റിലും നമ്മൾ അത് റെക്കോർഡ് ചെയ്യുകയും വേണം. കുട്ടിയുടെ റെസ്പോൺസീവ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കുട്ടിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്സോ എന്തെങ്കിലും ഡിപ്രഷനോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അടുത്തതായിട്ട് ക്ലാമ്പിംഗ് ആൻഡ് ലൈഗേച്ചർ ഓഫ് ദ കോഡ്. എങ്ങനെയാണ് കോഡ് ക്ലാം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് കോഡ് ഈസ് ക്ലാംഡ് ബൈ 2 കോച്ചേഴ്സ് ഫോർസെപ്സ്. 2 കോച്ചേഴ്സ് ഫോർസെപ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഏരിയയിൽ, അതായത് 5 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ അംബ്ലിക്കസിൽ കീപ്പ് ചെയ്തിട്ട് കുറച്ച് എപ്പാർട്ടായിട്ട് കീപ്പ് ചെയ്യുക.
അപ്പം അങ്ങനെ ചെയ്ത ശേഷം അതിൻ്റെ നടുക്ക് നമ്മൾ കട്ട് ചെയ്യുക. അപ്പം ഏകദേശം അംബ്ലിക്കസിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം ആദ്യത്തെ കോച്ചേഴ്സ് ഫോസെപ്സ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അംബ്ലിക്കസിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ വിട്ട് എന്നുള്ളത് ആലോചിക്കുക. ദെൻ സ്ക്യൂസ് ദ കോഡ് വിത്ത് ഫിംഗേഴ്സ് പ്രയർ ടു അപ്ലൈയിങ് ദ ലൈഗേച്ചർ ഓർ പ്ലാസ്റ്റിക് കോഡ് ക്ലാംപ്സ്. നമ്മൾ ആ കോഡ് സ്ക്യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. എന്ന് വെച്ചാൽ അത്രയും ഏരിയയിൽ ബ്ലഡ് അങ്ങ് പോകാനാണ്, ബ്ലീഡിങ് അല്ലെങ്കിൽ ആ ബ്ലഡ് സോയിലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ദെൻ പ്രസൻസ് ഓഫ് എനി അബ്നോർമാലിറ്റി ഇൻ കോഡ് വെസൽസ്, അതായത് സിംഗിൾ അംബ്ലിക്കൽ ആർട്ടറീസ് ടു ബി നോട്ടഡ്. അപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ഈ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത ഉടനെ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം അംബ്ലിക്കൽ കോഡിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, 2 ആർട്ടറിയും 1 വെയിനുമാണ്. 2 അംബ്ലിക്കൽ ആർട്ടറിയും 1 അംബ്ലിക്കൽ വെയിനുമാണ് അംബ്ലിക്കൽ കോഡിലുള്ളത്. അത് നമുക്ക് ഓർക്കാൻ 2AV എന്നോർത്താൽ 2AV. അപ്പം 2 ആർട്ടറി 1 വെയിന്. അപ്പം നോർമലി അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ സിംഗിൾ അംബ്ലിക്കൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ അതൊരു അനോമലിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഡിലേ ഇൻ ക്ലാമ്പിങ്ങിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. അപ്പം നോർമലി 2 മുതൽ 3 മിനിറ്റ് അല്ലെങ്കിൽ കോഡ് പൾസേഷൻ നിൽക്കുന്നത് വരെയുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ആ സമയം കൊണ്ട് 80 മുതൽ 100 ml വരെ ബ്ലഡ് കുട്ടിയിലേക്ക് കടന്നു ചെല്ലാം ആ സമയം കൊണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ 2 to 3 minutes ഓർ ടിൽ സെസേഷൻ, അതായത് സ്റ്റോപ്പേജ് ഓഫ് കോഡ് പൾസേഷൻ ഫെസിലിറ്റേറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് 80 to 100 ml of blood from the compressed placenta to baby. It is beneficial to a mature baby but may be deleterious to a preterm or LBW, that is low birth weight baby, due to hypervolemia and hyperbilirubinemia. അതായത് മെച്ചുവർ ബേബിക്ക് ഈ ബ്ലഡ് താങ്ങാൻ പറ്റും, അതുമായിട്ട് ബന്ധപ്പെട്ട കാർഡിയാക് ലോഡ് കുട്ടിക്ക് താങ്ങാൻ പറ്റും. പക്ഷേ ഒരു പ്രീടേം ആണെങ്കിൽ അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഈ ഹൈപ്പർവോളീമിയ താങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഫോളോഡ് ബൈ ഹൈപ്പർ ബിലിറുബിനീമിയ ഉണ്ടാവാം, ഡിസ്ട്രക്ഷൻ ഓഫ് RBC. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാം. അപ്പോൾ മെച്ചുവർ ബേബിയിൽ മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എയർലി ക്ലാമ്പിംഗ് ഷുഡ് ബി ഡൺ ഇൻ കേസസ് ഓഫ് RH ഇൻകോമ്പാറ്റബിലിറ്റി. RH ഇൻകോമ്പാറ്റബിലിറ്റി ഉള്ള കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും ഡിലേ ചെയ്യരുത്. ആസ് ഏർലി ആസ് പോസിബിൾ ക്ലാമ്പിംഗ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തിനാണ്? ടു പ്രിവെൻറ്റ് ആൻറ്റിബോഡി ട്രാൻസ്ഫർ ഫ്രം ദ മദർ ടു ദ ബേബി. മദറിൽ നിന്നും ബേബിയിലേക്ക് നമ്മൾ RH ആൻറ്റിബോഡി ട്രാൻസ്ഫർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അവർ ബേബീസ് ബോൺ ആസ്ഫിക്സിയേറ്റഡ് ഓർ വൺ ഓഫ് എ ഡയബറ്റിക് മദർ. അതായത് ആസ്ഫിക്സിയേറ്റഡ് ബേബി ആണെങ്കിലും ഡയബറ്റിക് മദർ ആണെങ്കിലും ഇതേപോലെ തന്നെ RH ഇൻകോമ്പാറ്റബിലിൽ പറഞ്ഞ പോലെ തന്നെ എയർലി ക്ലാമ്പിംഗ് ആണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുക. എക്സ്പ്രഷൻ ഓഫ് ദ പ്ലാസൻറ്റ ബൈ കൺട്രോൾഡ് കോട്രാക്ഷൻ. നിങ്ങൾക്ക് കാണാം അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഫണ്ടസ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫണ്ടസ് നന്നായിട്ട് നമ്മൾ തള്ളി പിടിച്ചിരിക്കുകയാണ് അങ്ങോട്ട്. കാരണം ഫണ്ടസ് യൂട്രൈൻ ഇൻവേർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫണ്ടസ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റേ കൈ കൊണ്ട് ഫോസെപ്സ് കൂട്ടി നമ്മളുടെ കോഡ് പിടിച്ച ശേഷം അത് ഒരു റൊട്ടേറ്ററി മോഷനിൽ സ്ലോ ആയിട്ട് ചെറിയ രീതിയിലൊരു ട്രാക്ഷൻ കൊടുക്കുന്നു. വലിയ ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ യൂട്രൈൻ ഇൻവേർഷൻ അടിച്ച് കോംപ്ലിക്കേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ട്രാക്ഷനാണ്, കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ചെറിയ ട്രാക്ഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ പ്ലാസൻ്റൽ സെപ്പറേഷൻ പെട്ടെന്ന് സാധ്യമാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് മോഡിഫൈഡ് ബ്രാൻഡ് ആൻഡ്രൂസ് മെത്തേഡ് എന്നുള്ളതാണ്. ഇനി വേറൊരു മെത്തേഡാണ് ഫണ്ടൽ പ്രഷർ കൊടുത്തുകൊണ്ട്. ഫണ്ടസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കുന്നത് വഴി നമ്മളുടെ യൂട്രൈൻ കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനും ആ യൂട്രൈൻ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്ത് പോരാനുള്ള സാധ്യതയും ഉണ്ട്. അതാണ് എക്സ്പ്രഷൻ ഓഫ് പ്ലാസൻ്റ ബൈ ഫണ്ടൽ പ്രഷർ. ഇതാണ് സ്കീം ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റൻറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, ആക്റ്റീവ് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം എക്സ്പെക്റ്റൻറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, അതായത് ഡെലിവറി ഓഫ് ദ ബേബി കഴിഞ്ഞ ശേഷം ക്ലാമ്പ്, ഡിവൈഡ് ആൻഡ് ലൈഗേറ്റ് ദ കോഡ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പം ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കത്തീട്രൈസ് ചെയ്യാം ബ്ലാഡർ, ഫണ്ടസ് ഗാർഡ് ചെയ്ത് വെയിറ്റ് ഫോർ സ്പോണ്ടേനിയസ് സെപ്പറേഷൻ ഓഫ് പ്ലാസൻ്റ. പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഫോർ സ്പോണ്ടേനിയസ് എക്സ്പെൽഷൻ വിത്ത് ദ എയ്ഡ് ഓഫ് ഗ്രാവിറ്റി. ഇഫ് ഇറ്റ് ഫെയിൽസ് നമുക്ക് പതുക്കെ അസിസ്റ്റഡ് ആയിട്ട് പിടിച്ച് പുറത്തേക്ക് എടുക്കാം. അതേസമയം തന്നെ ഓക്സിറ്റോസിൻ 5 to 10 യൂണിറ്റ്സ് സ്ലോലി IM or IV നമ്മൾ പറയാറുണ്ട്. മെത്തർജിൻ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ പറഞ്ഞു കാർഡിയാക് പ്രോബ്ലം ഉള്ളവർക്ക് പറ്റില്ല. അതേസമയം നമുക്ക് നോക്കാം ആക്റ്റീവ് മാനേജ്മെൻറ്റിൽ നമ്മളെന്താ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ ഓക്സിറ്റോസിൻ 10 യൂണിറ്റ്സ് IM. നമ്മൾ അതായത് കുട്ടിയുടെ ഡെലിവറി ആൻറ്റിയുടെ ഷോൾഡർ ഡെലിവറി, കുട്ടി ഷോൾഡർ ഡെലിവറി ആയി അല്ലെങ്കിൽ വിത്തിൻ 1 minute നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിറ്റോസിൻ 10 യൂണിറ്റ്സ്
നമ്മൾ സ്ലോ ഐ വി ആയിട്ട് കൊടുക്കുന്നു. പിന്നെ അതിന് ശേഷം ക്ലാമ്പ്, ഡിവൈഡ് ആൻഡ് ലൈഗേറ്റ് ദ കോഡ് എന്നാണ് പറയുന്നത്. പിന്നെ പ്ലാസൻ്റ കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ വഴി നമ്മൾ ചിത്രം കണ്ടു, അതുവഴി നമ്മൾ അതിനെ പതുക്കെ ഡെലിവർ ചെയ്യണം. അത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ 2 മുതൽ 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ഫെയിൽ ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഫോർ 10 മിനിറ്റ്സ് ആൻഡ് റിപ്പീറ്റ് ദ പ്രൊസീജിയർ. ഫെയിൽസ് ആണെങ്കിൽ നമ്മൾ മാനുവൽ റിമൂവലിലേക്ക് പോകും. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസൻ്റ എക്സാമിൻ ചെയ്യണം, മെംബ്രെയിൻസ് ഫുൾ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ വൾവ, പെരിനിയം, വജൈന ഇതെല്ലാം എക്സാമിൻ ചെയ്യണം, എന്തെങ്കിലും ഹെമറ്റോമയോ ട്രോമയോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് 3rd സ്റ്റേജ് ഓഫ് ലേബറിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മളുടെ ഈ മാനേജ്മെൻറ്റ് ഓഫ് ലേബർ എന്ന ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നന്നായി പഠിക്കുക, മാക്സിമം ചോദ്യോത്തരങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു വിജയം നേരുന്നു. താങ്ക് യു.